കുഞ്ഞുങ്ങളെ, നമ്മൾ സൺഡേ സ്കൂളായിട്ട് പുതിയ ഒരാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ടീച്ചർ പഠിപ്പിച്ചതെല്ലാം പഠിച്ച് എല്ലാ ആക്ടിവിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത മിടുക്കന്മാരും മിടുക്കികളുമാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ ക്ലാസ് ആരംഭിച്ചാലോ? ഓക്കെ, നിങ്ങളെല്ലാവരും റെഡി അല്ലേ? ഇന്ന് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നാൽ മാത്രമേ ഇന്ന് ടീച്ചർ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠമാണ് യെരിഹോ കോട്ടയിലെ അത്ഭുതം. ഒന്ന് പറയാമോ? യെരിഹോ കോട്ടയിലെ അത്ഭുതം. എൻ്റെ കൂട്ടുകാരെല്ലാം, കുഞ്ഞുങ്ങളെല്ലാം ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നിങ്ങൾ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുക. ഇപ്പം നമുക്ക് ടൂറൊന്നും പോകാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് പാർക്കിൽ കളിക്കാനോ അല്ലെങ്കിൽ എങ്ങും പോകാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ ഇരിക്കും അല്ലേ? എന്നാൽ നമുക്കിപ്പോൾ ഒരു ടൂറ് പോയാലോ? ഇഷ്ടമാണോ? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാ? എവിടെ ആയിരിക്കും ടൂർ പോകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? കേട്ടില്ല? വണ്ടർലായിൽ പോകാൻ ഇഷ്ടമാണല്ലേ? ഓക്കെ, എന്നാൽ നമുക്കിന്ന് വണ്ടർലായിൽ തന്നെ പോകാം. അപ്പോൾ നമ്മൾ വണ്ടർലായിൽ പോകാൻ എന്ത് ചെയ്യണം? ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ റെഡി ആവണം. അപ്പോൾ നമ്മളെല്ലാം റെഡിയായി, നമ്മൾ ടൂർ പോകാൻ റെഡിയായി നമ്മളിങ്ങനെ പോവാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത്, നമ്മുടെ പേരൻസൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു എന്നറിയാവോ? റോഡിൽ പാതി വഴി എത്തിയപ്പം വലിയൊരു കോട്ട. നമുക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. നമ്മൾ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം വേറെ വഴി ഒന്നും നമുക്കില്ല. ആ വഴി കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ ടൂർ പോവും? ടൂർ ക്യാൻസൽ ആവും അല്ലേ? അതുപോലെ ഒരു സന്ദർഭത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചായിരുന്നു, ഇസ്രായേൽ മക്കൾ യോർദാനൊക്കെ അത്ഭുതകരമായി കടന്ന് അവരെവിടെ എത്തിയെന്നാ പറഞ്ഞേ? യെരിഹോ എന്ന് പറയുന്ന പട്ടണത്തിന് അരികിലെത്തി. യെരിഹോ പട്ടണത്തിൽ ഇസ്രായേൽ ജനം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ പട്ടണത്തിലുള്ള ആൾക്കാർ പേടിച്ചു പോയി. എന്താണെന്നറിയാവോ? ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ആകെ പേടിയായി. ഈ യെരിഹോ പട്ടണത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്തെന്നറിയാവോ? ഈ ഇസ്രായേൽ മക്കൾ ആ പട്ടണത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ഈ പട്ടണം മുഴുവൻ അങ്ങ് ക്ലോസ് ചെയ്തു. അതിനകത്ത് ആർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ യെരിഹോ പട്ടണം ആർക്കുള്ളതാണ്? ദൈവം ഇസ്രായേൽ മക്കൾക്ക് തന്നിട്ടുള്ള പട്ടണമാണ് യെരിഹോ പട്ടണം. പക്ഷേ ഇവരാകെ കൺഫ്യൂസ്ഡായി. ഇനി എന്ത് ചെയ്യും? ഒരു വഴി ഇല്ലാതെ അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇവർ യെരിഹോ പട്ടണത്തിന് അരികെ ടെൻറ്റ് കെട്ടി, കൂടാരം കെട്ടി അവരവിടെ പാർക്കാൻ ആരംഭിച്ചു. അവിടെ നിന്ന് ലഭിച്ച ധാന്യ വസ്തുക്കളൊക്കെ കൊണ്ട് അവർ ആഹാരം പാകം ചെയ്ത് അവരവിടെ താമസിച്ചു. അങ്ങനെ താമസിച്ച് ഈ യോശുവ എന്ന് പറയുന്ന ലീഡർ യെരിഹോവിൻ്റെ അരികിലേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്നപ്പം അവിടെ ഒരാൾ നിൽക്കുന്നു. ആ ആൾ വെറുതെ നിൽക്കുമല്ലോ കേട്ടോ. ആളുടെ കൈ വലിയൊരു വാളൊക്കെ ഉണ്ട്. വാളൊക്കെ ആയിട്ട് ആ ആളിങ്ങനെ ആരെ നോക്കുന്നു? യോശുവയെ നോക്കുന്നു. യോശുവ ഒന്ന് പേടിച്ചു. യോശുവ പേടിച്ചിട്ട് ആ ആളോട് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനാണോ അതോ നീ ശത്രുവിൻ്റെ പക്ഷക്കാരനാണോ എന്ന് ചോദിച്ചു. അപ്പം ആ വ്യക്തി യോശുവയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയാണ് എന്ന് പറഞ്ഞു. അപ്പം യോശുവ പേടിച്ചു പോയി. യോശുവ ഓടിച്ചെന്ന് ആ ദൂതനെ നമസ്കരിച്ചു. ദൂതനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. യെരിഹോ തടസ്സമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ദൂതൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഇതാ യെരിഹോ പട്ടണത്തെയും അതിലെ രാജാവിനെയും അതിൻ്റെ യുദ്ധവീരന്മാരെയും ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ യോശുവയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എന്താ? ഈ യെരിഹോ വലിയ പട്ടണം തടസ്സമായിട്ട് ആരുടെ മുന്നിൽ നിൽക്കുന്നു? യോശുവയുടെയും ഇസ്രായേൽ മക്കളുടെയും മുന്നിൽ നിൽക്കുന്നു. അപ്പൊ ഈ യോശുവ എന്താ ചെയ്തതെന്നറിയാവോ? ഈ ദൂതനോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് യോശുവ ചോദിച്ചു. അപ്പോൾ ദൈവം യോശുവയോട് സംസാരിച്ചു. കുറച്ച് യുദ്ധതന്ത്രങ്ങളൊക്കെ ആർക്ക് പറഞ്ഞു കൊടുത്തു? യോശുവയ്ക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ യുദ്ധതന്ത്രങ്ങൾ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു യുദ്ധതന്ത്രമാണ് പറഞ്ഞു കൊടുത്തത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഓക്കെ, ഈ ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും എല്ലാവരും കൂടെ ഈ യെരിഹോ കോട്ട 6 ദിവസം ചുറ്റണം.
ഒന്നാമത്തെ ദിവസം ഒരു പ്രാവശ്യം അവർ ചുറ്റി, രണ്ടാമത്തെ ദിവസം ചുറ്റി, മൂന്നാമത്തെ ദിവസം ചുറ്റി. അങ്ങനെ 6 ദിവസം ഓരോ പ്രാവശ്യം വീതം ഈ എരിഹോ കോട്ട ചുറ്റണം. എന്നിട്ട് 7-ാമത്തെ ദിവസം എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ പുരോഹിതന്മാര് ആടിൻ്റെ കൊമ്പുകൊണ്ടുള്ള കാഹളം എടുത്തുകൊണ്ട് ഈ എരിഹോ കോട്ട ചുറ്റണം. ഈ 7-ാം ദിവസം 6 പ്രാവശ്യം വേണം ഈ എരിഹോ കോട്ട ചുറ്റുവാൻ. 7-ാമത്തെ പ്രാവശ്യം ഈ കൊമ്പെടുത്ത് കാഹളം ഊതും. ആരാ കാഹളം ഊതുന്നേ? പുരോഹിതന്മാർ കാഹളം ഊതുമ്പം ജനമെല്ലാം ഉറക്കെ എന്ത് ചെയ്യണം? ആർത്തു വിളിക്കണം. ബഹളം വെച്ച് ആർത്തു വിളിക്കണം. ആർത്തു വിളിക്കുമ്പം എന്ത് സംഭവിക്കും? എരിഹോ കോട്ട തകർന്നു വീഴും. അപ്പം യോശുവയ്ക്ക് ഈ യുദ്ധതന്ത്രം ആരാ പറഞ്ഞു കൊടുത്തേ? ദൈവം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവര് എന്ത് ചെയ്തു? പിറ്റേ ദിവസം തന്നെ അവർ റെഡിയായി എരിഹോ കോട്ടയുടെ അരികിലെത്തി. അങ്ങനെ അവർ 6 ദിവസം ദൈവം പറഞ്ഞതുപോലെ എരിഹോ കോട്ട എത്ര പ്രാവശ്യം ചുറ്റിയത്? ഓരോ പ്രാവശ്യം വീതം ചുറ്റി. 7-ാമത്തെ ദിവസമോ അവർ 6 പ്രാവശ്യം ചുറ്റി. 7-ാമത്തെ തവണ പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ ജനമെല്ലാം ഉറക്കെ ആർത്തു. അവരാർക്കാൻ തുടങ്ങിയതും ഈ വലിയതായിട്ട് അവരുടെ മുമ്പിൽ തടസ്സമായി നിന്ന ഈ എരിഹോ കോട്ട തകർന്ന് തരിപ്പണമായി തറയിൽ വീണു. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ അകത്ത് കടന്നിട്ട് അവിടുത്തെയുള്ള സകല ദുഷ്ടന്മാരെയും അവരുടെ ആടുമാടുകളെയും മൃഗങ്ങളെയും എല്ലാം നശിപ്പിച്ചു കളയാനാണ് ദൈവം അവരോട് കൽപ്പിച്ചേ. ദൈവം അവരോട് കൽപ്പിച്ചതുപോലെ ദൈവം അത് ചെയ്തു. പക്ഷെ ഒരു കാര്യം ദൈവം പറഞ്ഞു, അവിടെ ഒരു സ്ത്രീയുണ്ട്, അവളുടെ പേര് രാഹാബ് എന്നാണ്. അവളെയും അവളുടെ കുടുംബത്തെയും നശിപ്പിക്കരുതെന്ന് ദൈവം പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഈ രാഹാബ് എന്ന് പറയുന്ന സ്ത്രീ ആ സ്ഥലം ഒറ്റുനോക്കുവാൻ വന്നപ്പോൾ ഈ ഇസ്രായേൽ മക്കളെ സഹായിച്ച ഒരു സ്ത്രീയാണ് രാഹാബും രാഹാബിൻ്റെ കുടുംബവും. അതുകൊണ്ട് അവർക്ക് ഒരു ദോഷവും ചെയ്യരുതെന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞതുപോലെ അവരെയും അവരുടെ കുടുംബത്തെയും രക്ഷിച്ചു. എന്നിട്ട് അവർ നശിപ്പിച്ച കൂട്ടത്തിൽ ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെള്ളി കൊണ്ടും ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടും ഒക്കെ ഉള്ള പാത്രങ്ങൾ അവിടെ കാണും. പക്ഷെ അതൊന്നും നിങ്ങൾ നശിപ്പിക്കരുത്, അത് ദേവാലയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞതുപോലെ ആരനുസരിച്ചു? ഇസ്രായേൽ മക്കൾ അനുസരിച്ചതുകൊണ്ട് അവരുടെ മുൻപിൽ പർവ്വത സമാനമായി അല്ലെങ്കിൽ ഭയാനകരമായി നിന്ന വലിയ എരിഹോ കോട്ട അവരുടെ ആർപ്പിൽ അതെന്ത് ചെയ്യാനിടയായിത്തീർന്നു? തകർന്ന് തരിപ്പണമായി വീഴുവാനിടയായി. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് ഓരോ വാഗ്ദത്തമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അരിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാറുള്ളത്? എന്നെയും കൊണ്ട് വയ്യ, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പിന്മാറിപ്പോകും. അതാണോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അല്ല. ശക്തമായിട്ട് നിന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നാൽ ദൈവം എന്ത് ചെയ്യും? നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കും. നിങ്ങൾക്കറിയുമോ ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നത് എപ്പോഴാണെന്ന്? നിങ്ങൾ പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലുമായിരിക്കുന്ന സമയത്താണ് ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം പറയുന്നത് അതുപോലെ ചെയ്താൽ എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും അതിനെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾ മനപ്പാഠ വാക്യം ഇന്ന് പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വാക്യം യോശുവ 6:20. ഒന്ന് ചേർന്ന് പറയാമോ? യോശുവ 6:20. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് പട്ടണത്തിലേക്ക് കടന്നു, പട്ടണം പിടിച്ചു. വാക്യം പഠിച്ചോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? യോശുവ 6:20. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു.
ജനകാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ മതിൽ വീണു. ജനം ഓരോരുത്തൻ നേരെ മുൻപോട്ട് പട്ടണത്തിൽ കടന്നു. പട്ടണം പിടിച്ചു. വാക്യം പഠിച്ചല്ലോ. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ വാക്യം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ വാക്യം എടുത്ത് നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടെ നിങ്ങളത് പഠിക്കണം. പഠിച്ചിട്ട് അടുത്ത ആഴ്ച ടീച്ചർ വരുമ്പോൾ ചോദിക്കും. അപ്പം നിങ്ങൾ ഉറക്കെ എനിക്ക് വാക്യം പറഞ്ഞു തരും. അല്ലേ? റെഡി അല്ലേ അതിന് വേണ്ടി? ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഏത് പട്ടണമാണ് ഇസ്രായേൽ ജനം വരുമെന്നറിഞ്ഞ് എല്ലാം ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്തത്? ഏത് പട്ടണമാണ്? അതെ, എരിഹോ പട്ടണമാണ്. ഇനി ദൈവം ഇസ്രായേൽ ജനത്തോട് പട്ടണം പിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞത്? അവരോട് പട്ടണം ചുറ്റാൻ പറഞ്ഞു. 6 ദിവസം അവർ പട്ടണം ചുറ്റണം. 7ാമത്തെ ദിവസം 6 പ്രാവശ്യം ചുറ്റണം. 7ാമത്തെ പ്രാവശ്യം ചുറ്റുമ്പോൾ കാഹളം ഊതുമ്പോൾ ജനം ആർക്കണം. ആർക്കുമ്പോൾ എരിഹോ കോട്ട താഴെ വീഴും. അല്ലേ? ഇനി അവർ നശിപ്പിക്കാതെ ശേഷിപ്പിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? ഇരുമ്പും വെള്ളിയും പൊന്നും കൊണ്ടുള്ള പാത്രങ്ങൾ. എരിഹോ പട്ടണത്തിൽ നശിപ്പിച്ച് കളയാതെ രക്ഷപ്പെടുത്തിയ ഒരു വ്യക്തി ആരാണ്? രാഹാബിനെയും കുടുംബത്തെയുമാണ് രക്ഷപ്പെടുത്തിയത്. ഇനി ആ സ്ത്രീയെയും കുടുംബത്തെയും രക്ഷിക്കാനുള്ള കാരണം എന്താണ്? അവര് പണ്ട് പട്ടണം പിടിക്കാൻ വന്നപ്പോൾ ആ സ്ത്രീയും കുടുംബവുമാണ് യോശുവയെയും കൂട്ടുകാരെയും സഹായിച്ചത്. ആ സ്ത്രീയായിരുന്നു. അപ്പം ഇന്ന് പഠിപ്പിച്ച പാഠങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച ഇതെല്ലാം ഓർത്തിരിക്കുമല്ലോ. ടീച്ചർ ചോദിക്കുമ്പം ചോദ്യത്തിന് ഉത്തരങ്ങളെല്ലാം പറയുമല്ലോ. അപ്പം നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ രാഹാബിൻ്റെ വീട് എരിഹോ പട്ടണത്തിലെ ഒരു വീട് കാണിച്ചിട്ടുണ്ട്. ആ വീട്ടിലേക്ക് എത്താനുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടെ പുരോഹിതന്മാർ കാഹളം ഊതുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. ഇത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ടെക്സ്റ്റ് ബുക്ക് വേണം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരാൻ പോവാണ്. അപ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പിതാവേ, പ്രിയ കുഞ്ഞുങ്ങളുമായി സൺഡേ സ്കൂളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പഠിച്ച പാഠങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയാനും ഈ ദിവസങ്ങൾ അതിന് പ്രകാരം ജീവിക്കുവാനും പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമാക്കി തീർക്കണം. പ്രാർത്ഥന യാചന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.